വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ ഗൈസ് ഇന്ന് ഞങ്ങൾ ഈദ് ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. പെരുന്നാളൊക്കെ വരാനുള്ളതല്ല. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്രാവശ്യം ഡ്രസ്സ് എടുക്കാറുണ്ട്. ഉമ്മ ഏതോ നേരം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങള് ലേറ്റ് ആക്കിയിട്ട് ഗൈസ് ഉമ്മ അവിടെ റെഡി ആയിട്ട് രാവിലെ മുതൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങാൻ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആവാറായി. രാവിലെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, പക്ഷെ ഉച്ചര വൈകുന്നേരം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇത്തവണ ഈദിന് നമ്മൾ നേരത്തെ ഡ്രസ് എടുക്കാം. സാധാരണ നമ്മൾ ഈദിന് ഡ്രസ്സ് എടുക്കാൻ പോലും 2 ദിവസം മുന്നേ അല്ലെങ്കിൽ തലേന്ന്. കഴിഞ്ഞ പ്രാവശ്യം ചെറിയ പെരുന്നാളിലൊക്കെ ഞാൻ രാത്രി ഒരു 12 മണിക്കൊക്കെയാണ് ഡ്രസ്സ് പോയി എടുത്തിട്ട് വന്നത്. എന്നിട്ട് ലൂസിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു കഴിച്ച പെരുന്നാളില്. പക്ഷേ നമ്മൾ നല്ല നേരത്തെ ഒരാഴ്ച നേരത്തെയാണ് നമ്മൾ ഇതിന്റെ ഇപ്പൊ പോയാലും നമുക്ക് നല്ല കളക്ഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പെരുന്നാളിനോട് അടുപ്പിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു പോകും. അമ്മ ഡ്രസ്സ് എടുക്കാൻ പോന്നാല് വരും. പിന്നെ ഗായ്സ് പിന്നെ അമ്മ വേറൊരു കാര്യം പറഞ്ഞത്, ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സ് എടുക്കണം നിർബന്ധമില്ല. അമ്മക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ മാത്രം അമ്മ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഗൈസ് ഞാനിത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ എന്റെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു സ്കിൻ കെയർ ചെയ്യലുണ്ട്. അപ്പൊ ഞാൻ അത് എന്താ ചെയ്യുന്നത് നിങ്ങൾ പോയിട്ട് കണ്ടിട്ടോ, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതാണ് ഗൈസ് എന്റെ സിമ്പിൾ സ്കിൻ കെയർ റുട്ടീനിന്റെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനം. ഇത് ഹിമാലയന്റെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസർ ആണ്. നമുക്ക് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഡാർക്ക് സ്പോട്ട്സ്. അതിപ്പോ നമുക്ക് ആക്നെ വന്നു പോയ മാർക്കാവാം, അല്ലെങ്കിൽ എക്സസീവ് സൺ എക്സ്പോഷർ ആവാം, ഹോർമോണൽ ചേഞ്ചസ് ആവാം. എന്തൊക്കെയാണെങ്കിലും നമുക്കിത് മാറാൻ വേണ്ടി നമ്മൾ ഒരുപാട് വഴികൾ കണ്ടെത്താറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഫേസർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസർ ആണ്. ഇതിൽ 100% ഓർഗാനിക് ആയിട്ടുള്ള സ്വരസ ടെർമറിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനമൈഡും ആണുള്ളത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് നമ്മൾ ഫേസിൽ ഇട്ടപ്പോ തന്നെ നമ്മുടെ ഫേസിൽ അബ്സോർബ് ആയി പോവും. പിന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ടും ഉണ്ടാവും. ഇത് നമ്മുടെ ഡൾനെസ് കുറയ്ക്കാനും സ്കിൻ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് എന്റെ ഫേസ് ഇപ്പൊ കണ്ടാൽ അറിയാതെ കണ്ടോ, ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് എന്റെ ഫേസിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു 2-3 ഡ്രോപ്സ് നമ്മൾ ഫേസിലാക്കി കൊടുക്കുക. 2-3 ഡ്രോപ്സ് നമ്മൾ ഫേസിലാക്കി കൊടുത്തതിന് ശേഷം അപ്വേർഡ് സർക്കുലർ മോഷനിൽ നമ്മൾ ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുന്ന വരെ ജസ്റ്റ് ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഡെയിലി ട്വൈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഫേസർ ഇട്ടതിന് ശേഷം നമുക്ക് സാധാ പോലെ തന്നെ സൺസ്ക്രീൻ ഇട്ടാൽ മതി. അപ്പൊ ഗൈസ് ഇത് എന്റെ ഫേസിൽ അബ്സോർബ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്കിന്നിൽ ആ ഒരു ഗ്ലോ കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഗൈസ് ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഹിമാലയന്റെ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. പിന്നെ ഇപ്പൊ കയറി ലിങ്കിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പൊ വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. നല്ല അടിപൊളി റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ ഇതാ ഗൈസ് ഇറങ്ങി. ഇത്തവണ ഞങ്ങൾ പെരുന്നാളിന് ഡ്രസ് കോഡ് ആക്കിയാലോ എന്ന് വിചാരിക്കാം. ഇപ്പൊ പെട്ടെന്നുണ്ടോ? പക്ഷെ നല്ല രസം ഉണ്ടാവില്ല. നമ്മളെല്ലാവരും എപ്പോഴും ഡ്രസ് കോഡ് പോലെ തന്നെ ഉണ്ടാവാറ്, കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവാറുള്ളൂ. നിങ്ങൾ ഇതുവരെയുള്ള പെരുന്നാൾ എടുത്ത് നോക്കിയാൽ മതി. എന്റെ ഓർമ്മയിൽ 2-3 അങ്ങനെ വന്നിട്ടുണ്ട്. അല്ല, ചിലപ്പോ യൂണിഫോം പോലെ ആയി പോകുന്ന സംശയമുണ്ട്. അല്ല, നമ്മളില്ലേ ഇതുവരെ എത്ര പ്രോഗ്രാംസ് ഉണ്ടോ അതിനൊന്നും ഞങ്ങൾ 3 പേരും ഒരേപോലെ ഡ്രസ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. അതിന് നമുക്ക് ഇടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ചാൻസ് ഉണ്ടല്ലോ. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഇപ്പൊ നമ്മളെടുക്കുന്ന കളർ ഏതാണോ അതെന്നെ കാക്കി എടുത്തോട്ടെ. അതൊക്കെ ചെലപ്പോ യൂണിഫോം ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇതൊക്കെ അവിടെ നിന്ന് പറയും. എന്നിട്ട് അവിടെ പോകുമ്പോ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടത് ഇത് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ വൈകി പോരാ ചാൻസ്. പക്ഷെ വേറൊരു കാര്യം ഇവിടെ കോമൺ ആയിട്ടുള്ളത്, എനിക്കും ഷാമിക്കും ശ്രീക്കും സല്ലുവിനൊക്കെ ഏകദേശം ഇഷ്ടപ്പെടുന്ന കളറുകളൊക്കെ സെയിം ആണ്. അപ്പൊ പിന്നെ ചിലപ്പോ ഒരുപോലെയൊക്കെ കിട്ടാനും മതി. ഇപ്പൊ ഇട്ടെന്നെ കണ്ടില്ലേ, ഇവക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡാർക്ക് ബ്ലൂ, ഈ ബ്രൗൺ കളർ ഇത് ഇവളെ ഫേവറേറ്റ് ആണ്, ഇത് ഇന്ത്യ ഫേവറേറ്റ് ആണ്. 5 ഇട്ടത് ബ്ലാക്ക്. എല്ലാവർക്കും ഫേവറേറ്റ് ആണ് ബ്ലാക്ക്. അപ്പൊ ഞങ്ങൾ എന്തായാലും അധികം ഡാർക്ക് കളേഴ്സ് എടുക്കാം. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് വെറൈറ്റി ആയിട്ട് ലൈറ്റ് കളർ എടുത്താലും പേസ്റ്റ് അല്ലല്ലോ ഇപ്പൊ ട്രെൻഡില്. ലൈറ്റ് കളർ എടുപ്പിക്കണം. ലൈറ്റ് കളർ ചുരിദാർ ഇട്ട് ഗൈസ് അത്ഭുതമാണ്. ആദ്യമായിട്ട് ഇത് ഞാൻ നിർബന്ധിച്ച് എടുപ്പിച്ചു. എന്താ പറയാ, അമ്മയ്ക്ക് ഡാർക്ക് കളേഴ്സ് ആണ് ഇഷ്ടം. പക്ഷെ ബ്രൗൺ പ്രത്യേകിച്ച് ബ്രൗണിന്റെ ഷെയ്ഡ്സ് ആണ് അതൊക്കെയാണ് ഇഷ്ടം. പക്ഷെ അമ്മയ്ക്ക് ലൈറ്റ് ഇട്ടപ്പോ അമ്മയ്ക്ക് എന്നെ സ്വയം ഇഷ്ടമായിട്ട്. അതാണ് എനിക്കും അങ്ങനത്തെ താല്പര്യം. ഉമ്മ പകർന്നു തന്ന അറിവാണ് ഡാർക്ക് കളറാണെന്ന്.
സല്ലു പ്രാവശ്യം മുണ്ടും പിന്നെ ഷർട്ടല്ലേടാ പറഞ്ഞത്, അങ്ങനെ ഇടണം എന്നാട്ടോ എന്റെ ആഗ്രഹം. പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എന്തോ ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് ഓണത്തിനൊക്കെ ഓക്കെ, ഓണത്തിന് അടിപൊളിയാണ്. അങ്ങനെയൊന്നുമില്ല. അല്ല, എനിക്ക് അല്ലാതെ മുണ്ട് ഷർട്ട് ഇടുന്നു. അത് ഇനിയിപ്പോ ഈ പറഞ്ഞതുകൊണ്ട് വാശി പിടിപ്പിച്ച് വെള്ള മുണ്ടും വെള്ള ഷർട്ടും എന്നിട്ട് കൊറേ ഗോൾഡൻ സ്റ്റൈൽ. മറ്റേ എന്താ സിംഹമൊക്കെ സൈഡിലുള്ള ഷർട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ടാവില്ലേ? എനിക്ക് മുണ്ട് ഷർട്ട് വേണ്ട. ഏതെങ്കിലും സാധാ ഷർട്ടാ വേണ്ട മതി. ഇത്രയും ദിവസം നല്ല മഴയാണ് ഗൈസ്. ഇന്ന് നല്ല വെയിലാണ്. വെയില് മഴ ചെയ്യാൻ മതിയോ? അത് അങ്ങനത്തെ ഒരു വെയിലില്ലമ്മ, പോക്ക് വെയിൽ. പോക്കുവെയിലാ. പോക്കുവെയിലുള്ള വെയിൽ ആണ്. അല്ലാതെ മഴ വരാനുള്ള വെയിലല്ലേ? അല്ല, അങ്ങനത്തെ ഒരാളെ കാണിച്ചറ ഗൈസ്. വേഗം പോകുന്ന വെയിലാണ് പോക്ക് വെയിൽ കേട്ടോ. ഞാനത് വെറുതെ പറഞ്ഞതാണ്, എനിക്കറിയാം. ഞങ്ങള് ഹൈലൈറ്റ് മാളിൽ എത്തിയിരിക്കുന്നു. ഞങ്ങളെ തറവാട്ടില് എന്തിനെതിരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ വേറെ എവിടെ ഇല്ലാന്നാണ് ഞങ്ങളൊരു മനസ്സ് പറയുന്നത്. അതെ, ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിലും പിന്നെ ഞങ്ങൾ വേറെ എവിടെയും നോക്കാൻ പോവില്ല. എന്ത് ഇട്ടാണെങ്കിലും ഇവിടെ ഉണ്ടാവും. ഞാനും ഷാമിയും. എന്ത് തീരുമാനായി. ഞാനിന്ന് വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കുറച്ച് കഴിച്ചു വന്നതാ. കുറച്ചൊന്നല്ല ഗൈസ്, ബിരിയാണി വേണോന്നുള്ളോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ടമ്മ. അപ്പൊ പറഞ്ഞ മോളെ ഞാൻ ഇത്തിരി വാരിത്തരാന്ന്. അങ്ങനെ വാരി കൊടുത്തപ്പോ ഒരു പ്ലേറ്റ് ബിരിയാണി കുത്തിരുന്നല്ലേ അമ്മ? വെറുതെ പറയാ, വെറുതെ പറയാ. എക്സ്ട്രാ എടുത്ത് കഴിച്ചിട്ടുണ്ട്. നല്ല വിഷമുണ്ട്. ഒരു ചോദ്യം തരാം. ഉമ്മ ഓള് നല്ല കഴിച്ചില്ലേ? ഒരു പ്ലേറ്റ് ബിരിയാണി നിങ്ങൾ വാരി കൊടുത്ത് അത് മുഴുവൻ കഴിച്ചില്ലേ? ഞങ്ങളിത് ഹൈലൈറ്റ് മോളിലെത്തി. ആദ്യം തന്നെ ഏത് ഷോപ്പിലാണ് കയറുക? ഏതൊരു ഷോപ്പ് സ്റ്റോപ്പ് കയറാം. ഷോപ്പ് സ്റ്റോപ്പ് വേണ്ട, വെസ്റ്റ് സൈഡ് കയറാം. വെസ്റ്റ് സൈഡ് കയറാല്ലേ? അന്നാ വെസ്റ്റ് സൈഡിൽ കയറിയിട്ട് നമുക്ക് വെച്ചത് എന്തുകൊണ്ടോ നോക്കാം. അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് വെച്ചത് നമുക്ക് നോക്കണ്ടേ? നമുക്ക് നോക്കണം. അല്ല, നമ്മുടെ ഫേവറേറ്റ് ഷോപ്പ് വേറെ ഉണ്ട് കേസ്. അപ്പൊ അത് മുകളിലാണ്. അപ്പൊ വെസ്റ്റ് സൈഡ് കയറിയതിന് ശേഷം നമുക്ക് അവിടെ പോവാം. ഇവിടെ എല്ലാരും കൂടെ തെരഞ്ഞോണ്ടിരിക്കണം. ഷാമി രണ്ടെണ്ണം അതെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഓക്കത് ഇഷ്ടമായി എന്നാണ് കേട്ടോ പറയുന്നത്. പിങ്ക് രസമുണ്ട്, പിങ്ക് രസമുണ്ട്. ഇതിനെക്കാട്ടി അതാ പിങ്കാ രസം. അത് നല്ല രസമുണ്ട്. എനിക്ക് ഇതുവരെ ഈ കളർ ഇല്ലല്ലോ. ഇല്ല, അധികം ഡാർക്ക്. ഇപ്പൊ ഇത്രയും നേരം ഡാർക്ക് അല്ലേ പറഞ്ഞ, അതിന് വേണ്ടി ലൈറ്റ് എടുത്തോണ്ട്. ലൈറ്റ്. ഇതിന്റെ ഷോൾ ഉണ്ടോ? ഈ ഷോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല വർക്കുള്ള ഷോള്. ഇതൊന്ന് ഇട്ടോട്ടെ. നമ്മളിവിടെ ഉമ്മയ്ക്ക് ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷാമി ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അതുവരെ നമുക്ക് ഉമ്മയ്ക്ക് ചെരുപ്പ് നോക്കാം. കണ്ടമ്മ, നല്ല രസമില്ലേ? എനിക്കിഷ്ടായി. ഒന്നുകൂടെ നോക്കിട്ട് വരാം. നല്ല രസമുണ്ട്. ആ ക്യാമറയിൽ കാണുന്ന പോലെയല്ല ഗൈസ്, ഇത് കുറച്ചും കൂടി ഒരു തെളിച്ചുണ്ട് ശരിക്കും. ആ, അതേപോലെ പേസ്ട്രി ഷെയ്ഡ്. ഇതാണ് ഗൈസ് ഞാൻ നോക്കി വെച്ച ഡ്രസ്സ്. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു പിങ്ക് കളർ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വെസ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങി കഴിച്ചു. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഷാമിക്ക് ഒന്നും അവിടെ നിന്ന് കിട്ടി. പക്ഷെ അത് ഒന്നും കൂടെ നോക്കിയിട്ട് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ ഫേവറേറ്റ് ഷോപ്പിലേക്ക് പോകാൻ പോവാണ്. ഇനി അവിടെ നിന്ന് എന്തെങ്കിലും നോക്കാമല്ലേ ഷാമി? ഡ്രസ്സൊക്കെ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരും ഓർണമെന്റ്സ് ഒക്കെ എടുക്കട്ടെ. ആളും ഇങ്ങനെ നോക്കാനൊരു കൊതി. ഉമ്മതവിടെ മാല നോക്കിക്കൊണ്ടിരിക്ക. രസല്ലേ മാ? ഇതിൽ നോക്കി. ഈ ബ്രേസ്ലെറ്റ് നോക്കി. നല്ലതും കിട്ടിയോ? ഇത് ഇഷ്ടമായി. ഏത്? ഇത് ഇത് വേണോ അതാണ് കൺഫ്യൂഷൻ. ഏത്? ഇത് വേണോ? രണ്ടും എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഈ സ്ക്വയർ പിന്നെ രസം. സ്ക്വയർ എടുക്കാം. സ്ക്വയർ എനിക്ക് ഇഷ്ടമായി. സ്ക്വയറാ ഭംഗിയില്ലേ? ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അതിനുള്ള ഓർണമെന്റ്സ് എല്ലാവരും എടുത്തിട്ടോ. പക്ഷെ ഡ്രസ്സ് എടുത്തിട്ടില്ല. എനിക്കൊരു സാരി കിട്ടിയില്ലേ? പെട്ടെന്ന് ചിന്തിക്കാനൊരു സാരി കിട്ടി. ഭയങ്കര ഡിസ്കഷനിലാണ് എടുക്കണോ എടുക്കണ്ടേ.
അമ്മയ്ക്ക് എന്തായാലും മറ്റേ ആ ഒരു സാരി നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഗൈസ് ഇമ്മക്കുള്ള സാരി കിട്ടി. ഉമ്മ വിചാരിച്ച പോലെ തന്നെയുള്ള ഒരു സാരി കിട്ടിട്ടോ. വരുന്ന വഴിക്ക് കറക്റ്റ് കളറ് വരുന്ന വഴിക്ക് പറഞ്ഞ അതേ സാരി ഉമ്മ വിചാരിച്ച പോലെ സാരി കിട്ടില്ലേ. ഇനി ഗൈസ് ഉമ്മന്റെ വകയാണ് ഇന്ന് ചെലവ് കിട്ടും. ഉമ്മ സാരി വാങ്ങിച്ചത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അതെന്താന്നുള്ളതൊക്കെ വഴി വരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. കൊണ്ടൊരു കളിയാണ്, ഏതിനെടുക്കണം എന്ന് മാത്രം സംശയമുള്ളൂ. ഞങ്ങൾ എത്ര നേരമായി നടന്ന് ഭ്രാന്തായിരിക്കുന്നത്. എന്നിട്ട് ഓളെ ഏതോ നോർമൽ ടോപ്പ് പറഞ്ഞിട്ട് ഏതോ ഒരു ചോപ്പും കറുപ്പും ഡ്രസ് കോഡൊക്കെ മാറിപ്പോയി ഗൈസ്. എന്തെങ്കിലും ഡ്രസ്സ് കിട്ടിയാൽ മതിന്ന്. ഇപ്പൊ നേരത്തെ വന്നപ്പോ അവര് പറയാണ് 2-3 ദിവസം കൊണ്ട് തന്നെ കളക്ഷൻസ് തീർന്നത്. ഞങ്ങൾ നേരത്തെ വന്നത് നേരത്തെ സാധനങ്ങൾ എടുക്കാന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഇവിടെ വന്നപ്പം അതിലും നേരത്തെ ആൾക്കാർ വന്നിട്ട് സ്റ്റോക്ക് എല്ലാം എടുത്ത് തീർന്നത് അവര് പറയുന്നത്. എല്ലാം പറയുന്നത് തന്നെയാ പറയുന്നത് അല്ലേ. എടുത്തതിന്റെ പോലത്തെ വേറൊരു സാധനം അല്ലേ. അല്ല കഴിഞ്ഞ ഇതിനൊന്ന് വേഗം കണ്ടിരുന്നു. അതന്നെ അത്. ഇതിന്റെ ടീമൊക്കെ മാറ്റി പിടിച്ചാലോ. ഡ്രസ് കോഡൊക്കെ പോയി, ഇനി ടീമൊക്കെ മാറ്റി പിടിക്കാൻ പോകും. കുഴപ്പമില്ല, എനിക്ക് വലിയ ഇഷ്ടമായില്ല. അനുശ്രീ അത് നോക്കട്ടെ. നിങ്ങൾ രണ്ടാളും കൂടെ ഇതെടുത്ത ഏകദേശം മാച്ചായി. ഇതെടുത്ത ഏകദേശം മാച്ചായി. ഇവർക്ക് രണ്ടാൾക്കുള്ള ഡ്രസ്സ് കിട്ടി. അല്ല അവസാനം വന്നു നിങ്ങൾ രണ്ടാളും മാച്ചായി. ആദ്യം എനിക്കൊരു സാധനം എടുത്തിന്ന് ഇഷ്ടമായിട്ടില്ല. അത് ഇങ്ങോട്ട് തിരിയഞ്ച് ഉമ്മയും പ്രൊസീഡ് ചെയ്ത് ഗൈസ്. അല്ലേ ഉമ്മക്കും ഇഷ്ടായി. അങ്ങനെ ഷാമി ഈ ഡ്രസ് തന്നെ പിന്നെയും വന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഷാമി അത് ഉറപ്പിച്ചു. ഏകദേശം ഒരേപോലെ കയ്യില്. ഏകദേശം ഒരേപോലെ. അപ്പൊ ഞാൻ ഇത് എടുക്കാം. അങ്ങനെ പാനിപ്പൂരി മേടിക്കാൻ വേണ്ടി സല്ല് പോയിട്ടുണ്ട്. 2 പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. 2 പ്ലേറ്റ്, സല്ലൂര് 2 പ്ലേറ്റ്, ഷാമിക്ക് 1 പ്ലേറ്റ്, സല്ലൂര് 1 പ്ലേറ്റ്, ഷാമിക്ക് 1 പ്ലേറ്റ്, ഞങ്ങൾക്ക് 2 ഒറ്റൊന്നും മതി, ബാക്കി 5 തിന്നാൻ മതി. അല്ല ഇമ്മ അതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 2 പ്ലേറ്റ് പാനിപൂരിയിൽ ആരും ഒന്നും പോലെ എടുക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ വേറെ വാങ്ങിക്കോളാം. അത് വാങ്ങിക്കാൻ വേണ്ടി അവര് പോയിട്ടുണ്ട്, ഞങ്ങള് വേറെ വാങ്ങിക്കും. എനിക്ക് മറ്റേ സ്വീറ്റ് കോൺ ഇല്ല, സ്വീറ്റ് കോൺ ബട്ടർ സ്വീറ്റ് കോൺ ഉണ്ട്, അതും വേണം. പിന്നെ നമുക്ക് ജ്യൂസ് വേണം. ഈ ഉമ്മന്റെ കൂടെ അങ്ങോട്ട് വയ്ക്കും. ഞങ്ങൾ ഇവിടേക്ക് പോയിട്ട് ബാക്കിയുള്ള യുദ്ധാണ് ഇവര് തമ്മിലുള്ള. അതായത് ഉമ്മയും സല്ലുകൂടി മത്സരമാണ് പറഞ്ഞത്. പാനിപൂരി ഈറ്റിംഗ് ചാലഞ്ച് ആണ് ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ് ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ കിട്ടി. എനിക്ക് രണ്ടാൾ അല്ല ഞങ്ങൾ ഏകദേശം 3 പേരും ഒരേപോലത്തെ ഒരു പാറ്റേണിലാണ് ഡ്രസ്സ് എടുത്തത്. ഡ്രസ് കോഡൊന്നും വിചാരിച്ച മാതിരി ആയി. ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ തന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഓരോ സൈഡിലേക്ക് പോയി. പക്ഷേ കളക്ഷൻ ഇത്തവണ നമുക്കൊരു വെല്ലുവിളിയായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം നേരത്തെ വന്ന തന്നെ ഡ്രസ്സ് കിട്ടും, കളക്ഷൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് എല്ലാ ഷോപ്പെന്നും പറയുന്നത് ഒരു ശനി ഞായറൊക്കെ ആകുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് തീർന്നു പോയി എന്നാണ്. 2-3 ദിവസത്തിനുള്ളിൽ സ്റ്റോക്കൊക്കെ തീർന്നു പോയി. അത്രയും തിരക്കിന് ഇവിടെ. ഞങ്ങൾ അറിഞ്ഞില്ല ഗൈസ്. ഇത്ര പെട്ടെന്ന് എല്ലാവരും ഡ്രസ്സ് എടുക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ ഉള്ളത് വെച്ചിട്ട് ഞങ്ങള് ഇഷ്ടമുള്ളത് എടുത്ത്. അമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറൊന്നും കിട്ടിയില്ല, പക്ഷെ ഇഷ്ടപ്പെട്ട ഒരു സാരി കിട്ടി, അതും എടുത്ത്. ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് 1, 2, 3, 4, 5 എത്ര 1, 2, 3, 4, 5 പ്ലേറ്റ് പാനിപൂരിയാണ് ഗൈസ്. 2 നമുക്ക് ഒന്നിക്കാക്കും, ഒന്നിക്ക്, 1 വെച്ച് 2 കൂടെ 1. പിന്നെ ഞാൻ 5 ശ്രീതൊന്നും 1 5 കൊടുക്കൂളേ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഞാനിതേ സ്വീറ്റ് കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഒരു സ്വീറ്റ് കോണും മേടിച്ചിട്ടുണ്ട്, ഒരു മാംഗോ ജ്യൂസും മേടിച്ചിട്ടുണ്ട്. 2 സ്വീറ്റ് കോൺ ഒന്നിടാ അവിടെ ഒളിപ്പിച്ച് വെച്ചതാണ്. അതെനിക്ക് വാങ്ങിയത് ഞാൻ അധികം അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ഇതുണ്ടോ ഇതുപോലെ ഓരോരുത്തർ വാരി കൊണ്ടുപോകും എന്നുള്ളതുകൊണ്ട് 2 വാങ്ങി. ഞാൻ ആദ്യം വന്ന് കൈയിട്ട് വാരിയാ ഓടിക്കുന്നു. അതുകൊണ്ട് ഈ ശ്രീൻ്റെ എടുക്കൂല ഓളായിട്ട് തെറ്റില്ല. അവിടെ നിന്നിട്ട് എനിക്ക് തിന്നാൻ ഒന്ന് ഗൈസ്. അമ്മന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിനു വേണ്ടി മാത്രമാണ് അമ്മ അങ്ങോട്ട് വരുന്നത്. 2 1
പൊരിഞ്ഞ പോരാട്ടാണ് ഗൈസ്. അത് ഈറ്റിംഗ് ചാലഞ്ചോ രണ്ടാളും? ഇത് കണ്ടിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കുക ഫുഡ് ചാലഞ്ചിൽ വേണോ വേണ്ടത്. അതാ പൂസാക്കി എടുക്കാം. എനിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞ ഒരു പാനിപൂരി ഞാൻ കഴിച്ചു, ബാക്കി ഇവരെ കഴിച്ചോണ്ടിരിക്കും. പറയുന്നത് കേട്ടോ തോന്നുന്നു നിങ്ങളോടൊന്നും വാങ്ങരുത് വേണ്ട പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞെടുത്തു. ഞാൻ സ്വീറ്റ് കോൺ മതി എന്ന് വേണ്ട, സ്വീറ്റ് കോണും മാംഗോ ജ്യൂസ്. പാനിപ്പൂരി തീർന്ന വഴി അറിയില്ല കഴിച്ചു. ലാസ്റ്റത്തെ പ്ലേറ്റ് മുമ്പ് കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ കൊറേ ആയി കഴിച്ച് പറയുന്നു ഇവിടെ വന്നിട്ട് വീണ്ടും പാനിപൂരി ആഗ്രഹം കഴിഞ്ഞു, സഫലീകരിച്ചു. പോവാൻ ലേറ്റ് ആയി കഴിച്ച് ഇവള് കുടിച്ചു കഴിഞ്ഞിട്ടില്ല. നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ തണുപ്പ് പെട്ടെന്ന് നോക്കിയാൽ പറ്റില്ല. ഈ ഈറ്റിംഗ് ചാലഞ്ചിന്റെ തണുപ്പല്ലേ ഇത്. സ്ലോ ഞാൻ എനിക്ക് തണുപ്പ് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല, നാവ് കുഴഞ്ഞു. അങ്ങനെ ഗൈസ് ഞങ്ങളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് പോവാണ്. ഒരു കുഞ്ഞി ഷോപ്പിംഗ് വ്ലോഗ് ആയിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ. ഞങ്ങള് പോയത് കുറെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. നേരത്തെ പോയി നമ്മൾ നേരത്തെ പോയിട്ട് വരെ കളക്ഷൻസ് ഒക്കെ കുറവായിരുന്നു. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കേട്ടോ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് വേഗം പോയെടുത്തോ. അതെ, ഡ്രസ് എടുക്കാത്തവരൊക്കെ വേഗം പോയെടുക്കണം. സല്ലൂന് കിട്ടിയിട്ടില്ല. സല്ലൂനും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 12 മണിയായാലും തീരാത്തോണ്ട് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയതാണ്. അപ്പൊ ആരെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കാണ്ടെങ്കിൽ പെട്ടെന്ന് പോയി എടുത്തോളൂ. കളക്ഷൻസ് ഒക്കെ തീർന്നിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തീരെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഗൈസ് ആരും സ്കിൻ കെയർ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ ഹിമാലയന്റെ ടേമറിക് ഫേസ് സിറം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഹിമാലയന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പൊ എല്ലാരും കയറി പർച്ചേസ് ചെയ്യാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് 30% ഓഫ് ഉണ്ടാവും. അപ്പൊ എല്ലാരും കയറി ചെക്ക് ചെയ്യും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.